അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1391, സൂറത്ത് യൂസുഫ് 84 മുതൽ 87 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتولى عنهم وقال يا أسفا على يوسف وابيضت عيناه من الحزن فهو كظيم. قالوا تالله تفتأ تذكر يوسف حتى تكون حرضا أو تكون من الهالكين. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وتولى عنهم. യാക്കൂബ് നബി അലൈഹിസ്സലാം അവരെ തൊട്ട് പിന്തിരിഞ്ഞു. വഖാല, മഹാൻ പറയുകയും ചെയ്തു, യാ അസഫ അലാ യൂസുഫ, യൂസുഫിന്റെ കാരണത്താലുള്ള എന്റെ ദുഃഖമേ, സങ്കടമേ. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി, ദുഃഖം കാരണത്താൽ മഹാനവകളുടെ കണ്ണുകൾ രണ്ടും വെളുത്തു. ഫഹുവ കലീം, അദ്ദേഹം വലിയ വിഷമത്തിലാണ്. ഖാലു, അവർ പറഞ്ഞു, അഥവാ മക്കൾ പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, തഫ്തഉ തസ്കുറു യൂസുഫ, ഉപ്പ നിങ്ങൾ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു, ഹത്താ തകൂന ഹർളൻ, നിങ്ങൾ അവശനാകുന്നതുവരെ, ഔ തകൂന മിനൽ ഹാലിക്കീൻ, അല്ലെങ്കിൽ മരിക്കുന്ന നാശത്തിലെത്തുന്നവനാകുന്നതുവരെ. വെച്ചാൽ നിങ്ങളിപ്പോ ഈ ആലോചന കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുത്തി വെക്കും, അല്ലെങ്കിൽ അക്കാരണം കൊണ്ട് തന്നെ മരണപ്പെടും എന്നർത്ഥം. ഖാല, യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി, എന്റെ വേദനയും വിഷമവും ഞാൻ ആവലാതി പറയുന്നത് ഇലല്ലാ, അള്ളാഹുലേക്ക് മാത്രമാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണമെന്നില്ല എന്നർത്ഥം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ ബനിയ, എന്റെ സന്താനങ്ങളെ, എന്റെ മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോകൂ, ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി, എന്നിട്ട് യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ. വലാ തയഅസൂ മിൻ റൗഹില്ല, അള്ളാഹുവിന്റെ ആശ്വാസത്തെ തൊട്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ല, അള്ളാഹു നൽകുന്ന ആശ്വാസത്തെ തൊട്ട് നിരാശരാവുകയില്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായ സമൂഹമല്ലാതെ. ഇവിടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ദുഃഖത്തിനുമേൽ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് ബിന്യാമീനെ കൂടി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ട കഥയാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. അപ്പോ ആ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്ത്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വേദനിച്ചിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ബിന്യാമീനെ ആരുടെ കൂടെയും എങ്ങോട്ടും വിട്ടുകൊടുക്കാതെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനമായി തന്റെ സഹോദരങ്ങളെ സംബന്ധിച്ച്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മൂത്ത മക്കളെ സംബന്ധിച്ച്, ബിന്യാമീന്റെയും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും സഹോദരന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ രണ്ടുപേരോടുമുള്ള കടുത്ത അമർഷവും വിദ്വേഷവും വെറുപ്പും അത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ അറിയാം. അതുകൊണ്ട് ഒരിക്കൽ തന്നെ ഞാൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അവരുടെ പഞ്ചാരവാക്ക് കേട്ടുകൊണ്ട് അവരുടെ കൂടെ വിട്ടുകൊടുത്തു. ഇനി ബിന്യാമീനെ കൂടി നഷ്ടപ്പെടുന്ന ദുഃഖം താങ്ങാനാവില്ല എന്ന നിലക്ക് ബിന്യാമീനെ അവരുടെ കൂടെ എങ്ങോട്ടും അയക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈജിപ്തിലേക്ക് ബിന്യാമിനെ കൂടി അയക്കണമെന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞപ്പോ, പണ്ട് യൂസുഫിനെ കൊണ്ടുപോയപ്പോഴും ഇതന്നെയായിരുന്നല്ലോ നിങ്ങളുടെ ഡയലോഗ്.
അന്നുണ്ടായത് തന്നെയല്ലേ ഇനിയും നടക്കാൻ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ബിന്യാമീൻ നഷ്ടപ്പെട്ടു. മക്കൾ വന്നിട്ട് കാരണം ബോധിപ്പിച്ചു, ഉപ്പ ഈ വിഷയത്തിൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ബിന്യാമീനിന്റെ പാത്രത്തിൽ നിന്ന് ഭാണ്ഡത്തിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് രാജാവിന്റെ അളവ് പാത്രം തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നത് നേരിട്ടു കണ്ടതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? ബിന്യാമീൻ ഇത്തരമൊരു കുസൃതി ഒപ്പിക്കുമെന്ന് ഞങ്ങൾ ആരെങ്കിലും സ്വപ്നേപ്പി വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങളീ പറയുന്നത് ഇപ്പോൾ വിശ്വസിക്കണ്ട. ഈജിപ്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചോളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ നാട്ടുകാരായ സംഘത്തിലുള്ളവരുണ്ടായിരുന്നു, അവരും ഈ രംഗത്തിന് സാക്ഷികളാണ്, അവരോട് ചോദിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ അവരുടെ നിരപരാധിത്വം കാര്യകാരണ സഹിതം തെളിയിക്കുവാൻ വേണ്ടി സംസാരിച്ചു. അപ്പോഴാണല്ലോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, അല്ലല്ല, നിങ്ങൾ എന്തൊക്കെയോ തന്ത്രങ്ങൾ ഒപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് അതിശക്തമായിട്ടുള്ള ക്ഷമയും അതേപോലെ പടച്ച തമ്പുരാനിലേക്കെല്ലാം ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതല്ലാത്ത മറ്റു യാതൊരു മാർഗവും എന്റെ മുന്നിലില്ല. എന്നു മാത്രമല്ല, ആ ക്ഷമയുടെ പ്രതിഫലം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രണ്ടുപേരെയും എനിക്ക് തിരിച്ചു തന്നേക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അദൃശ്യ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലാണ്. തരും എന്ന് തന്നെയാണ്. അതന്നെയാണ് ഈ ആയത്തുകളിലും പറയുന്നത്. വതവല്ല അൻഹും, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരെ തൊട്ട് പിന്തിരിഞ്ഞുവെച്ചാൽ അവരുടെ സംസാരം അവസാനിപ്പിച്ചു എന്നർത്ഥം. ആ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വഖാല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുകയും ചെയ്തു, യാ സഫ അല യൂസുഫ, യൂസുഫിനെ ഓർത്തുള്ള എന്റെ സങ്കടമേ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, യുദ്ദിദ ലഹു ഹുസ്നുഹു ഹുസ്നുൽ ഇബ്നൈനി, രണ്ടു മക്കളുടെ കാര്യത്തിലുള്ള ദുഃഖം ഇപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പുതുതായി നൽകപ്പെട്ടു. നേരത്തെ യൂസുഫ് നഷ്ടപ്പെട്ട ദുഃഖമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ബിന്യാമീൻ കൂടി നഷ്ടപ്പെട്ട ദുഃഖവും അതിന്റെ ദുരിതവും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് മഹാനവറുകൾ എത്തി. എന്നാൽ ആ അവസ്ഥയിലെത്തിയപ്പോഴും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൊട്ടു മുമ്പ് നഷ്ടപ്പെട്ട ബിന്യാമീന്റെ പേരിൽ ദുഃഖിക്കുന്നതിനേക്കാൾ അതിനെത്രയോ മുമ്പ് നഷ്ടപ്പെട്ട യൂസുഫ് അലി ഇസ്ലാമിന്റെ പേരിലുള്ള ദുഃഖത്തിന്റെ ശൈലിയാണ് പ്രകടമാക്കിയത്. അതുകൊണ്ടാണ് യാ അസഫ അല യൂസുഫ്, യൂസുഫിന്റെ പേരിലുള്ള എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. എന്ന് പറഞ്ഞാൽ അതാണ് വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകം എന്നർത്ഥം. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന സ്ഥാനമാനങ്ങളും അതേപോലെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സംഗതികളെക്കുറിച്ചൊക്കെ നേരത്തെ ഒരു ധാരണയുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ കാണാത്തതുകൊണ്ടുള്ള ദുഃഖം, അടുത്തില്ലാത്തതുകൊണ്ടുള്ള ദുഃഖം, ഇതാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പേരിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോ അല്ലെങ്കിൽ മറ്റ് നബിമാർക്കോ അല്ലാഹു തആല അദൃശ്യങ്ങളൊന്നും അറിയിച്ചു കൊടുക്കണില്ല എന്നൊന്നും പറഞ്ഞ് വെറുതെ നേരം കളയേണ്ടതില്ല. അങ്ങനെ ചില സാധുക്കൾ ഇവിടെയൊക്കെ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. അതായത് മഹാന്മാരായ അമ്പിയാഇനെ ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കി കാണിക്കാൻ എന്തൊരു ചെറിയ സംവിധാനം കിട്ടിയാലും കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതെല്ലാം പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു ശൈലി അഹ്ലുസുന്നയുടെ പുറത്തുള്ള ചില കക്ഷികൾക്ക് അത്തരമൊരു ദുസ്വഭാവം നിരന്തരം നമ്മൾ കാണാറുണ്ട്. ഇവിടെയും അവരത് പ്രയോഗിക്കാറുണ്ട്. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല അദൃശ്യങ്ങൾ അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകൻ യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ ഈജിപ്തിൽ ജീവിച്ചിരുന്നിട്ടും എന്തേ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അത് അറിയാതെ പോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനത് അറിയാമെങ്കിൽ പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാം മരിച്ചിട്ടില്ല എന്ന് ബോധമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം കരഞ്ഞത് എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. രണ്ടു കാര്യത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് നേരത്തെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സേഫാണ് എന്ന് അറിയാം. കാരണം എന്താ? യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇനി ഖുർആൻ തന്നെയാണ് വിശദീകരിക്കുന്നത്. തുടർന്നുള്ള ആയത്ത് നമുക്കത് മനസ്സിലാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നേരത്തെ തന്നെ ഒരു സ്വപ്നം കണ്ട കഥ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ സംഭവം. ആ സംഭവത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും എന്താണെന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നുവല്ലോ. അതുകൊണ്ട് അതിന്റെ പുലർച്ചെ ഉണ്ടാകുമെന്ന് താൻ ഉറപ്പിച്ചിരിക്കുക തന്നെയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാം സേഫാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ബേജാറും വ്യഥയും, മറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അടുത്തില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമാണത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കുമൊക്കെ കുറെ കാലത്തെ നീണ്ട ഇടവേളക്ക് വേണ്ടി യാത്ര പോകുന്ന ആളുകൾ, അവർ പോകുന്ന സമയത്ത് അവരെങ്ങോട്ടാ പോണതെന്ന് ഇവർക്കറിയാം. അവിടെ അവരുടെ മൊബൈൽ നമ്പർ എത്രയെന്നറിയാം, വാട്സപ്പ് നമ്പർ എത്രയെന്നറിയാം, അവരുമായിട്ട് കോണ്ടാക്റ്റിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയെന്നറിയാം, എന്നും കോളിലൂടെ അവരോട് നേരിട്ട് സംസാരിക്കാനും അതേപോലെ തന്നെ വീഡിയോ ചാറ്റിങ്ങിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നറിയാം. അതൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും വീട്ടിൽ നിന്ന് അവരിറങ്ങുന്ന നേരത്ത് ഉമ്മ പൊട്ടിക്കരയുന്നുണ്ടാകും, ഭാര്യയുടെ കണ്ണുകൾ ജലാർദ്രങ്ങളാകുന്നുണ്ടാകും, മക്കൾ തേങ്ങുന്നുണ്ടാകും. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? ഇവരെങ്ങടാ പോയിന്നൊരു പിടുത്തമല്ല, പോണത് എങ്ങോട്ടാന്നൊരു പിടുത്തമല്ലാത്തോണ്ട് തോന്നുന്ന അല്ല, മറിച്ച് ഒരു ഇഷ്ടപ്പെട്ട ആള് അടുത്തുനിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മനസ്സിന്റെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണമാണത് വേർപാടിന്റെ വേദന എന്ന് പറയുന്നത്. അതാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ ബാധിച്ചിട്ടുള്ളത്. യൂസുഫ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അലൈഹിസ്സലാം. ആ മകന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന, പ്രസൻസ് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു അസ്വസ്ഥത, അതാണ് ബഹുമാനപ്പെട്ടവരുടെ കരച്ചിലിന്റെ കാരണമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് വതവല്ല അൻഹും, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരെ തൊട്ട് പിന്തിരിഞ്ഞു, അതായത് മക്കളോടുള്ള സംസാരവും ചർച്ചയും അവസാനിപ്പിച്ചു. വക്കാല, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയും ചെയ്തു, യാ അസഫ അലാ യൂസുഫ, യൂസുഫിന്റെ പേരിലുള്ള എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ എന്ന് പറയുകയും ചെയ്തു എന്ന്. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെ മുഫസ്സിറുകൾ പലരും രേഖപ്പെടുത്തുന്നുണ്ട്, ലം യുഅത അഹദുൻ, ഈ ഉമ്മത്ത് മുത്തുനബിന്റെ സമുദായം അല്ലാത്ത അതിനു മുമ്പുള്ള ഒരു ഉമ്മത്തിനും നൽകപ്പെട്ടിട്ടില്ല അൽ ഇസ്തിർജാഉ. ഇന്നാലില്ല, വിഷമവും ദുരിതവും വരുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ ദിക്റ് പറയാൻ അല്ലാഹു തആല നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കമുള്ള മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവരെ തെളിവ് പറയണം, അലാ തസ്മഊന ഇലാ ഖൗലി യാക്കൂബ് അലൈഹിസ്സലാം, ഒരു വിഷമം വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കു കേട്ടില്ലേ, എന്ത്, യാ അസഫ അലാ യൂസുഫ, യൂസുഫിന്റെ പേരിലുള്ള എന്റെ സങ്കടമേ എന്ന വാക്ക് കേട്ടില്ലേ. അവ മുസീബത്ത് വരുമ്പോൾ ഇന്നാലില്ലാഹി ചൊല്ലാനുള്ള നിർദ്ദേശം അന്നുണ്ടായിരുന്നുവെങ്കിൽ വർദ്ധിത വീര്യത്തോടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതായിരുന്നു ചൊല്ലുക. അപ്പൊ വിഷമം വരുമ്പോൾ അത്തരത്തിലുള്ള പ്രതികരണം അന്ന് നിയമമാക്കപ്പെട്ടിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ വലിയ പ്രത്യേകതയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിഷമം വരുമ്പോഴും നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണമെന്നു തന്നെയാണ് നിയമം. ഇന്നാലില്ലാഹി അറിഞ്ഞിട്ട് അത് മരിച്ചെടുത്ത് മാത്രം ചൊല്ലേണ്ടതല്ല, മരിച്ചു എന്ന് കേട്ടാൽ മാത്രം ചൊല്ലേണ്ടതല്ല. ചിലർ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. മരിച്ചു ഇന്നാലില്ലാഹി ഒരാൾ ചൊല്ലിയാൽ ആരാ മരിച്ചതെന്ന് ചോദിക്കപ്പോ തന്നെ. മരിച്ചതുകൊണ്ട് മാത്രമല്ല, എന്ത് മുസീബത്ത് വന്നാലും, ചെരുപ്പിന്റെ വാറ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെരുപ്പിന്റെ വാറാണ് പൊട്ടി, ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല, വേറെ ചെരുപ്പും അങ്ങനെ കട കുറച്ച് അകലെയാണ്, സ്വാഭാവികമായും അതുവരെ എത്തുമ്പോഴേക്ക് വല്ലാതെ പ്രതിസന്ധിയിലകപ്പെടും. അതൊരു മുസീബത്താണ്. അപ്പൊ പോലും എന്ത് പറയണം, ഇന്നാലില്ലാഹി പറയണം എന്നാണ്. എന്താ ഇന്നാലില്ലാഹി പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം, ഏതു വിഷമങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയാലും, എത്ര വലിയ പ്രതിസന്ധികൾ നമ്മെ പിടികൂടിയാലും, ആ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഒരു വിശ്വാസിയുടെ ആത്മധൈര്യത്തിന് ചോർച്ചയുണ്ടാകാൻ കാരണമാകരുത്. അവന്റെ ജീവിതത്തിൽ അനിയന്ത്രിതമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. പൊറുതികേടിന്റെ ശൈലിയും ക്ഷമകേടിന്റെ സ്വഭാവവും അവൻ പ്രകടിപ്പിക്കരുത്. അത് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള നല്ല ഒരു ടിപ്പാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. അതെങ്ങനെ ടിപ്പാവുക? അതിന്റെ അർത്ഥം ആലോചിച്ചാൽ മതി. നിശ്ചയം ഇന്നാലില്ലാഹ്, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിന് അവകാശപ്പെട്ടവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരുമാണ്. ഞങ്ങൾ അല്ലാഹുവിന് അവകാശപ്പെട്ടവരാണ് എന്ന് പറയുന്നതിലൂടെ, അഥവാ ആ പറയുന്നതിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സൃഷ്ടിയാണ്, എന്റെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കാനും, സന്തോഷത്തിന്റെ തീരുമാനമെടുക്കാനും
വിഷമത്തിന്റെ തീരുമാനമെടുക്കാനും പ്രതിസന്ധിയിൽ അകപ്പെടുത്താനും സമൃദ്ധിയിലേക്ക് നയിക്കാനും എല്ലാം അള്ളാഹുവിന് അവകാശമുണ്ട്. അതൊക്കെ തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ്. അതുകൊണ്ട് തന്നെ എപ്പൻ അള്ളാഹു താല തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ദുരിതമാണ്, എനിക്ക് വിഷമമാണ്, ഞാനത് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പരിധി വിട്ട് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത വാചകങ്ങൾ പറയുകയോ ചെയ്യില്ല എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ, കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ ഈ പദപ്രയോഗം സഹായകമാണ്. ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിന് അവകാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടി. ഇനി ഈ ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അതിനെന്താവ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് മടങ്ങി പോകുന്നവരുമാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇവിടുന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ക്ഷമയോടുകൂടെ അതിനെ നേരിട്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം അഥവാ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ എത്താനുണ്ട്. ആ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ പേരിൽ യജമാനനായ റബ്ബ് ഞങ്ങൾക്ക് പ്രതിഫലം തരികയും ചെയ്യും. അപ്പൊ നോക്കൂ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ഈ രണ്ടു പദം, ഒന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് സജീവമാക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന് അവകാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു തീരുമാനമെടുക്കാനും പടച്ചവനാണ് ഇതിന്റെ ഫൈനൽ അതോറിറ്റി. ആ റബ്ബെടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കല്ലാതെ മറ്റ് ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷനുമില്ല. അതുകൊണ്ട് അല്ലാഹു തആല ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമാണ് തന്നിട്ടുള്ളത്. ആ തീരുമാനം ഞങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് നമുക്കൊരു പരീക്ഷണം തന്നാൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത പൊറുതികേടിന്റെ വാചകങ്ങൾ പറയുകയോ അല്ലെങ്കിൽ കുപ്പായം പറിച്ചു ചീന്തി അല്ലെങ്കിൽ മുടി പിടിച്ചു വലിച്ച് അല്ലെങ്കിൽ മാറത്തടിച്ച് അങ്ങനെയുള്ള ഒരു പെർഫോമൻസും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതൊന്നും വിശ്വാസിയുടെ കൾച്ചറിന്റെ ഭാഗമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് വിഷമം വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും കൽബിനെന്തുണ്ടാകും? വിഷമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതിന് കുഴപ്പമില്ല. ആ ദുഃഖത്തിൽ നിന്ന് പ്രകടമാകുന്ന കണ്ണീര് വരുന്നുണ്ടാകും, അതിനും പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോഴും അതേപോലെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി അഥവാ തന്റെ പേരമകൻ മരണപ്പെട്ടപ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിങ്ങനെ സജലങ്ങളാകുന്നത്, കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് സഹാബത്ത് കണ്ടപ്പോ അവർ ചോദിച്ചില്ലേ, എന്തേ നബിയെ അങ്ങ് കരയുകയാണോ? ഉത്തരവിന്റെ മറുപടി എന്താ? അതെ, ഹൃദയത്തിന് വേദനയുണ്ടാകും, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്നതല്ലാത്തൊരു വാക്ക് പക്ഷേ ഞാൻ പറയില്ല. ഉണ്ടോ അവിടെ? പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുവരും? നമുക്കതിന്റെ ദുഃഖവും അതിന്റെ പ്രകടനങ്ങളൊക്കെ മനസ്സിലും നമ്മുടെ അവയവത്തിലൊക്കെ കണ്ടെന്നിരിക്കും. അത് പ്രശ്നമല്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളാഹു പൊരുത്തപ്പെടാത്തതോ പൊറുതികേടിന്റെ ശൈലി പ്രകടമാക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ പറയുക, ഇതാണ് പാടില്ലാത്തത് എന്ന്. അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലൂടെ പറയുന്നത്, യാ സഫാല യൂസുഫ, യൂസുഫിന്റെ പേരിൽ എന്റെ ദുഃഖമേ. വിഷമം വരുമ്പോ ഇന്നാലില്ല ചൊല്ലാനുള്ള നിർദ്ദേശം അന്നില്ലാത്തതുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ പറഞ്ഞു എന്ന്. എന്നിട്ട് ഏതായാലും വബിയല്ലത്ത് ഐനാഹു, ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ രണ്ടു കണ്ണുകളും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് കണ്ണുകളും വെള്ള ബാധിച്ചു മിനൽ ഹുസ്നി, ദുഃഖം കാരണത്താൽ. അതായത് കണ്ണുകളിൽ നിന്ന് നിരന്തരം ഒഴുക്കിയിട്ട് രണ്ടു കണ്ണിനും ബഹുമാനപ്പെട്ടവർക്ക് കണ്ണിന് മങ്ങൽ ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. ഫഹുവ കലീമുൻ, ആ നേരത്തും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതീവ ദുഃഖിതനാണ്, അങ്ങേയറ്റം വിഷമം അനുഭവിച്ചുകൊണ്ടാണ്, അഥവാ മനസ്സിന് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് മഹാനവറുകൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ദുഃഖം അപ്പോഴും പ്രകടിപ്പിച്ചു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുഃഖമേ എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തുനിന്നൊരു പദപ്രയോഗം ഉണ്ടായപ്പോ കാലു അവര് പറഞ്ഞു, അതായത് മക്കള്, തല്ലാഹി പടച്ചോനെ തന്നെ സത്യം, തഫ്തഹു തദ്കുറു യൂസുഫ, ഉപ്പ അങ്ങള് യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്, ഹത്താ തകൂന ഹറളൻ, നിങ്ങൾ അവശനാകുന്നത് വരെ, ഔ തകൂന മിനൽ ഹാലിക്കീൻ, അല്ലെ നിങ്ങൾ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ
ഈ ചിന്തയും ഈ ദുഃഖവും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരും അല്ലെങ്കിൽ രോഗം വരുത്തി വെക്കും, അതുവരെ നിങ്ങൾ ഇതിങ്ങനെ ഓർക്കന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പിതാവിനോട് മക്കൾ ഒരു സ്നേഹത്തിന്റെയും അതേപോലെ തന്നെ ഒരു സന്തോഷകരമായ ശാസന എന്നൊക്കെ നമുക്ക് പറയാവുന്നതുണ്ടല്ലോ. ആ വിധത്തിൽ കുറ്റപ്പെടുത്തിയതല്ല, മറിച്ച് ഉപ്പാക്ക് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരും, ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നർത്ഥം. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വിഷമവും ദുഃഖവും ഒക്കെ ഞാൻ അള്ളാഹുലേക്ക് മാത്രമാണ് ആവലാതി പറയുന്നത്. അതായത് വിഷമം വരുമ്പോ ആ വിഷമം എന്റെ നാഥനോട് എനിക്ക് ഓർമ്മപ്പെടുത്താം, അല്ലെങ്കിൽ അള്ളാഹുവോട് എനിക്ക് ആവലാതി പറയാം, പടച്ചോനെ എനിക്ക് ഇങ്ങനെ വിഷമുണ്ട് എന്ന് പറയാം, അതിന് പരിഹാരം തരണമെന്ന ആ വാക്കിൽ അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് അതാ ഞാൻ ചെയ്യുന്നത്, അതിന് നിങ്ങളാരും ഇടപെടണ്ട. കാരണം അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കൃത്യമായിട്ട് ധാരണ ഉണ്ട്. എന്ത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അപകടം പറ്റിയിട്ടില്ല എന്ന്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തുന്നു, അഅലമു അന്ന റുയാ യൂസുഫ സാദിഖത്തുൻ വഅന്നി സൗഫ അസ്ജുദു ലഹു, യൂസുഫ് നബിന്റെ സ്വപ്നം സത്യാണെന്ന് എനിക്കറിയാം, ഞാൻ ആ യൂസുഫിന് വണങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്റെ മോനൊരു അപകടവും പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവരെ പ്രതീക്ഷിച്ചും കാത്തുമിരിക്കുകയാണ്. പക്ഷെ അടുത്തില്ലാത്തതിന്റെ ദുഃഖവും വേദനയുമാണ് പ്രകടമാകുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, യാ ബനിയ, എന്റെ മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകൂ, ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി, എന്നിട്ട് യൂസുഫ് നബിയെയും സഹോദരനെയും കൂടെ നിങ്ങൾ അന്വേഷിക്കൂ. എവിടെ കണ്ടു കിട്ടുമെന്ന് അവർ യൂസുഫിന്റെ വല്ല വിവരമുണ്ടോ നിങ്ങൾ അന്വേഷിക്കൂ. വലാ തയ്യസു മിൻ റൗഹില്ല, നിങ്ങളതിന് പോകുമ്പോ പടച്ച തമ്പുരാന്റെ ആശ്വാസത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. എവിടെ അന്വേഷിക്കാനാണ്? കാലെത്രയായി, എന്താണ് ഈ ഉപ്പ വെറുതെ മനുഷ്യരടങ്ങാറാക്കണത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇനി എവിടുന്ന് കിട്ടാനാണെന്ന് ചിന്തിക്കണ്ട. പടച്ചോന്റെ ആശ്വാസവും അനുഗ്രഹവും അതിനെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. കാരണം ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ സമൂഹമല്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് ആശ്വാസത്തെ തൊട്ട് നിരാശരാവുകയില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങൾക്ക് കണ്ടുകിട്ടും, അന്വേഷണം നിങ്ങൾ തുടരുക എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരീക്ഷണം തന്നാൽ ക്ഷമയോടുകൂടെ അതിനെ നേരിടാനുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് വിശ്വാസികൾക്ക് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ക്ഷമിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള പ്രതിഫലം തന്നെ അല്ലാഹു തരും. അത് ഈ സംഭവത്തിൽ തെളിയുന്നുണ്ട്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.